തിരുവചനം തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവിതം എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണമെന്ന് അങ്ങ് ഞങ്ങളെ അങ്ങയുടെ തിരുവചനങ്ങളിലൂടെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അങ്ങയുടെ വചനങ്ങളിലൂടെ ഞങ്ങളെ തന്നെ മനസ്സിലാക്കുവാനും ഞങ്ങളെ വിശുദ്ധീകരിക്കുവാനും ഞങ്ങളെ ശക്തിപ്പെടുത്തുവാനും അങ്ങ് നൽകിയിരിക്കുന്ന അങ്ങയുടെ തിരുവചനങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി അങ്ങയുടെ തിരുവചനത്തോട് ചേർന്നിരിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങ് ഞങ്ങളിൽ വന്ന് നിറയണമേ. അങ്ങ് ഞങ്ങളെ ഈ വചനാഭിഷേകത്താൽ നിറച്ച് ഈ വചനങ്ങൾ ഞങ്ങളിൽ മാംസം ധരിപ്പിക്കുവാൻ അവിടുന്ന് ഞങ്ങളിൽ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, മാതാവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട വിശുദ്ധരെ, കാവൽമാലാഖമാരെ, നിങ്ങളെല്ലാവരും ഈ സമയം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കർത്താവ് പറയുന്ന കാര്യങ്ങൾ കേട്ട് അനുസരിച്ച് ജീവിതത്തിൽ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാകട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 23-ാമത്തെ തിരുവചനം. അവിടെ കർത്താവ് പറയുകയാണ്, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശും എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. കർത്താവ് വലിയ ഒരു വിളി നമുക്ക് നൽകുകയാണ്. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഇവിടെ വരെ നമ്മളെല്ലാവരും കർത്താവിനെ അനുഗമിക്കേണ്ടവരാണ്. കാരണം കർത്താവാണ്, ഈശോ പറഞ്ഞു, ഞാനാണ് വഴി. കാരണം നമ്മുടെ യാത്ര സ്വർഗത്തിലേക്കുള്ള യാത്രയാണ്. സ്വർഗത്തിലേക്ക്, പിതാവിൻ്റെ ഭവനത്തിലേക്ക്, സ്വദേശത്തേക്കുള്ള യാത്രയിൽ നമുക്ക് ഈശോയുടെ പിന്നാലെയല്ലാതെ, ഈശോയാകുന്ന വഴിയിലൂടെയല്ലാതെ, ഈശോയാകുന്ന വചനത്തിലൂടെയല്ലാതെ നമുക്കാർക്കുമേ ജീവിക്കാൻ, ചരിക്കാൻ, നമ്മുടെ സ്വദേശത്ത് എത്തിച്ചേരാൻ കഴിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈശോയെ അനുഗമിച്ചേ പറ്റൂ. അപ്പോൾ ഈശോ പറയാണ്, ഈ വഴിയിലൂടെ ചരിച്ച് സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ ആരെങ്കിലും പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അവൻ ചെയ്യേണ്ട കാര്യം ഈശോ പറയാണ്, അവൻ തന്നെ പരിത്യജിക്കണം. തന്നെ പരിത്യജിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടങ്ങൾ, ഞാനെന്നുള്ള ഭാവങ്ങൾ, എൻ്റേതെന്നുള്ള ശാഠ്യങ്ങൾ എല്ലാം ഞാൻ വിട്ടുപേക്ഷിക്കണം. അതുപോരാ, കുരിശ് വഹിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇവിടെ വരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരുമാകട്ടെ എന്തുമാകട്ടെ നമുക്ക് വഹിക്കാനായിട്ട് ഒരു കുരിശ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കെല്ലാവർക്കും ഉണ്ടെന്ന് അർത്ഥം. ആ കുരിശ് നമ്മളൊക്കെ ചുമന്നേ പറ്റൂ എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ജീവിതം എടുത്തു നോക്കിക്കോ, ഏത് ജീവിതാന്തസം എടുത്ത് നോക്കിക്കോ. ഇപ്പം അച്ഛൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അച്ഛനേതായ കുരിശുകളുണ്ട്, സഹനങ്ങളുണ്ട്, ഈ ജീവിതാന്തസ്സിൻ്റെ പ്രത്യേകമായ ഭാരങ്ങളുണ്ട്. ഇതെല്ലാം ഉണ്ട്, ഇല്ലാത്ത ജീവിതമില്ല. ഇപ്പോൾ കുടുംബജീവിതം, ഇനിമേൽ നിങ്ങൾ രണ്ടല്ല ഒറ്റ ശരീരമാണ് ദൈവം യോജിപ്പിച്ചത്, മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയും ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഏക മനസ്സോടെ ജീവിച്ചോളാമെന്ന് വിശുദ്ധ ഗ്രന്ഥം തൊട്ട് സാക്ഷ്യപ്പെടുത്തി പ്രതിജ്ഞ ചെയ്തപ്പോഴും നീ എന്താ ഓർത്തേ? ഒരു കുരിശാ. ഇവൻ്റെ കൂടെ ഇവളുടെ കൂടെ മരണം വരെ ജീവിച്ചോളാന്ന്. ബ്രഹ്മചര്യം, ദാരിദ്ര്യം, അനുസരണം, വ്രതങ്ങൾ പാലിച്ച് അഭിഷിക്തനായിക്കൊള്ളാമെന്ന് ഞാൻ പറയുമ്പോൾ ഇത് അതിൽ തന്നെ എളുപ്പമുള്ള പരിപാടിയൊന്നുമില്ല. ഈ ജീവിതം എന്തുമാകട്ടെ, ഈ ജീവിതാന്തസ് എന്തുമാകട്ടെ, ഇപ്പോൾ ജോലി ചെയ്ത മക്കൾ ജോലി ചെയ്ത് പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര കുരിശ, സഹനമുണ്ട് അതിൽ. പഠിക്കുന്ന മക്കൾ പഠിക്കാമെന്ന് പറഞ്ഞാൽ എളുപ്പമാണോ? സഹനമുണ്ട്. ഏത് ജീവിതത്തിലും നോക്കിക്കോ, അതിൽ ദൈവം നിക്ഷേപിച്ച് വച്ചിരിക്കുന്ന ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ പറയും കുരിശുണ്ട്. ഈശോ പറയാ, ഈ കുരിശ് നീ ചുമക്കണം, ഈ കുരിശ് ചുമക്കാതെ നീ എൻ്റെ പിന്നാലെ വരരുത്. ഇന്ന് നമ്മുടെയൊക്കെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് കുരിശില്ലാത്ത ഒരു ജീവിതമാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളൊക്കെ ജീവിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും. ഈ സഹനം ഇല്ലാതാക്കണം, കുരിശില്ലാതാക്കണം. ഈശോ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല കുരിശ് എടുത്തു മാറ്റാന്ന്. കുരിശ് ചുമക്കാനാണ് കർത്താവ് പറഞ്ഞ. ഈശോ പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുത്തേക്ക് വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പക്ഷേ എടുത്തു മാറ്റാൻ വേണ്ടില്ല, ചുമക്കാനാണ് പറഞ്ഞാണ്. ചിലപ്പോഴൊക്കെ ഈ ധ്യാനങ്ങൾക്കൊക്കെ
ആരാധനയ്ക്ക് ചിലപ്പോഴെങ്കിലൊക്കെ പറയാറില്ലേ, നിൻ്റെ കുരിശൂടെ ഇറക്കി വെക്കി, ഈ അൽത്താരയിലേക്ക് കൊണ്ടുവന്ന് ഇറക്കി വെക്കി, അല്ലെങ്കിൽ ഈ ദിവ്യകാരൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് ഇറക്കി വെക്കി എന്ന് പറയും. അപ്പോൾ ഈശോ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നീ ചുമക്കണം എന്ന് പറഞ്ഞാണ്. അത് ചുമന്നുകൊണ്ടല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആര് ചുമക്കുന്നത്? നമ്മൾ വഹിക്കേണ്ട കുരിശ് നമ്മൾ തന്നെ വഹിച്ചേ പറ്റൂ. സഹായിക്കും കർത്താവ്, ശക്തി തരും കർത്താവ്, അഭിഷേകം തരും കർത്താവ്. പക്ഷേ ചുമക്കണമെന്ന് പറഞ്ഞ കർത്താവ്, ആ കർത്താവിൻ്റെ സന്നിധി നീ ഇറക്കി വച്ചാൽ പിന്നെ നിനക്കും എനിക്കും യഥാർത്ഥത്തിൽ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റത്തില്ല. കർത്താവ് പറഞ്ഞതാ ചുമക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ ധ്യാനിക്കുമ്പോൾ അല്ലെങ്കിൽ ആരാധനയ്ക്ക് വരുമ്പോൾ ഞാൻ പറയും, ആരെങ്കിലും എവിടെയെങ്കിലും കുരിശെടുത്ത് അൽത്താരയിലോ എവിടെയെങ്കിലും ഇറക്കി വച്ചിട്ടുണ്ടെങ്കിൽ എടുക്കാൻ പറയും. നീ ചുമക്ക്, അതാ കർത്താവ് പറഞ്ഞണേ. പറയാൻ എളുപ്പമാണ്, പക്ഷെ പ്രിയപ്പെട്ടവരെ അതാണ് കർത്താവ് പറഞ്ഞണേ. നീ നിൻ്റെ കുരിശും വഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വാ. കുരിശ് വഹിക്കാണ്ട് വരണ്ട, കുരിശ് വഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ പിന്നാലെ വരാനാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഈ കുരിശിൻ്റെ സാന്നിധ്യം നമുക്കെല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ ഒരു വ്യക്തി വിവാഹം ചെയ്യുന്നു. ഈ ലോകത്തിൽ ആയിരക്കണക്കിന് പെൺകുട്ടികളുണ്ട്. അതിൽ നിന്ന് ഒരുവളെ അവൻ തിരഞ്ഞെടുക്കുമ്പോൾ അവൻ എന്താ പറയുന്നത്? ബാക്കി എല്ലാവരെയും ഞാൻ വേണ്ടെന്ന് വയ്ക്കുന്നു. ഇവനെ തിരഞ്ഞെടുക്കുമ്പോൾ ഒത്തിരി ചെറുക്കന്മാരുണ്ട്. അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഞാൻ ഇവനെ തിരഞ്ഞെടുക്കുന്നു, വേറെ ആരെയും എനിക്ക് വേണ്ട. ഒരു വേണ്ട എന്ന് പറയുന്ന ഒന്നുണ്ട് എല്ലാ ജീവിതാന്തസ്സിലും. ഇപ്പോൾ ഞാൻ ഒരച്ഛനാണ്. ഈ ലോകത്തിൻ്റെ വിവാഹ ജീവിതം വേണ്ട എന്ന് തീരുമാനിച്ച് വ്രതമെടുക്കുമ്പോൾ അതിലും ഒരു നെഗേഷൻ, ഒരു വേണ്ടെന്ന് വയ്ക്കലുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു കുട്ടി കെമിസ്ട്രി എടുക്കുമ്പോൾ അവൻ പറയും വേറെ വിഷയങ്ങൾ വേണ്ട. എൻജിനീയറിംഗ് പഠിക്കുമ്പോൾ വേറെ വിഷയങ്ങൾ വേണ്ട, വേറെ പ്രൊഫഷൻ വേണ്ട. അപ്പോൾ എല്ലാ തീരുമാനത്തിലും ഒരു വേണ്ട എന്ന് വയ്ക്കലുണ്ട്. അതുമാത്രമല്ല, ആ എടുത്ത തീരുമാനത്തിൽ കുരിശിൻ്റെ സാന്നിധ്യമുണ്ട്. അപ്പം ഇത് അറിഞ്ഞ് നമ്മൾ ജീവിക്കുമ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ യഥാർത്ഥത്തിലുള്ള സന്തോഷം, സമാധാനം, സംതൃപ്തി അതിൽ തന്നെ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കാം. കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജിൽ ഒരു പുരോഹിതൻ വിട്ടു എന്ന് ആരോ പറഞ്ഞുകൊണ്ട് വിട്ട മെസ്സേജ് ഞാൻ വായിക്കാനിടയിൽ. അച്ഛനൊന്നല്ലായിരിക്കും വിട്ടേ, ആരെങ്കിലും വിട്ടതായിരിക്കാം. അതിങ്ങനെയാണ്: അനേക വിവാഹങ്ങൾ ആശീർവദിക്കുമ്പോഴും വിവാഹം കഴിക്കാൻ പറ്റാത്ത അഭിഷിക്തൻ്റെ നൊമ്പരം, അനേകം കുട്ടികളെ മാമോയിസ മുക്കുമ്പോഴും സ്വന്തം കുഞ്ഞിന് മാമോയിസ കൊടുക്കാൻ പറ്റാത്തവൻ്റെ നൊമ്പരം എന്നൊക്കെ പറഞ്ഞാൽ എനിക്കറിയത്തില്ല എന്തൊക്കെയാണ്. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത്, ഒരു തീരുമാനമെടുത്തിട്ടാണ് അച്ഛൻ ഇറങ്ങിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ജീവിതത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അതാണ് ഈശോ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ 57 മുതൽ 62 വരെയുള്ള തിരുവചനം, അവിടെ 62-ാമത്തെ വാക്യത്തിൽ 9:62 ഈശോ പറയുന്നുണ്ട്, കലപ്പയിന്മേൽ കൈ വച്ചിട്ട് പിന്തിരിഞ്ഞ് നോക്കുന്നവനാരും ദൈവരാജ്യത്തിന് പറ്റിയവരല്ല. ആ വചനൻ്റെ മനസ്സിലേക്ക് വന്നേ. നമ്മൾ ഒരു കലപ്പയെ ഒരു തീരുമാനത്തെ പിടിച്ചേക്കാം. അതിൽ ഭാരമുണ്ട്, അതിൽ സഹനമുണ്ട്, അതിൽ പല കാര്യങ്ങളുണ്ട്, കുരിശുണ്ട്. അത് ചെയ്തിട്ട് പിന്നെ നമ്മൾ അതിൽ നിന്ന് പിടിവിടാൻ പാടില്ല. അതിൽ കുരിശുണ്ടെന്ന് അത് മനസ്സിലാക്കിയിട്ട്, അതാ പറഞ്ഞ ശിഷ്യത്വം ആവശ്യപ്പെടുന്ന ത്യാഗങ്ങളേറെയുണ്ട്. ത്യാഗങ്ങൾ ഏറ്റെടുക്കണം, ആ കുരിശുകൾ ഏറ്റെടുക്കണം. എന്നിട്ട് ആ എടുത്ത തീരുമാനത്തിൽ മുറുകെ പിടിച്ച് അതിനുവേണ്ടി മാത്രമെന്ന പോലെ ജീവിക്കാൻ സാധിക്കണം. ഇതുമായിട്ട് ചിന്തിച്ച് ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് 2 കാര്യങ്ങൾ കടന്നു വന്നേ, 2 വാക്കുകൾ. ഒന്ന് ഏകാഗ്രത, 2 ഏകീകരണം. ഈ 2 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. എന്താണ് ഏകാഗ്രത? ഇപ്പം ഞാൻ ഒരച്ഛനാണ്, പുരോഹിതനാണ് ഞാൻ. ഈ പൗരോഹിത്യത്തിലേക്കുള്ള ഒരു ഏകാഗ്രത എനിക്ക് വേണം എൻ്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഇന്ന് ആഴത്തിൽ നമ്മൾ ധ്യാനിക്കണം. എൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത എനിക്കെപ്പോഴും വേണം. ഞാനൊരു കർത്താവിൻ്റെ അഭിഷിക്തനാണ്, ആത്മാക്കൾക്ക് വേണ്ടി വിളിക്കപ്പെട്ടവനാണ്. ദൈവത്തെ മാത്രം സ്നേഹിച്ച് ദൈവത്തോട് ചേർന്നിരുന്ന് ദൈവത്തിൻ്റെ കൃപകൾ അനേക മക്കൾക്ക് കൊടുക്കേണ്ടവനാണ് ഞാൻ. അപ്പം ഈ പൗരോഹിത്യത്തിൽ ഒരു ഏകാഗ്രത എനിക്കുണ്ടാകുമ്പോൾ അതിനുവേണ്ട കാര്യങ്ങൾക്ക് ഞാൻ പ്രാധാന്യം കൊടുക്കും. ഞാൻ ഉപവസിക്കും, ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ വിശുദ്ധിയോടെ ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കും, എൻ്റെ ജീവിതത്തെ ഞാൻ നിയന്ത്രിക്കും. ഈ പൗരോഹിത്യത്തോടുള്ളൊരു ഏകാഗ്രത എനിക്കുണ്ടാകുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, എൻ്റെ ജീവിതത്തിനൊരു പ്രത്യേക സ്റ്റൈലുണ്ടാവും. അത് ഞാൻ ഉണ്ടാക്കിയെടുക്കണം. ഏകാഗ്രതയുള്ളവനെ പറ്റത്തുള്ളൂ. ഇന്ന് സംഭവിച്ചൊരു ദുരന്തം, ഇപ്പം കുടുംബജീവിതം,
ആ കുടുംബജീവിതത്തിലൊരു ഏകാഗ്രത വേണം. ബാക്കി എല്ലാ സ്ത്രീകളെയും വേണ്ടെന്ന് വെച്ച്, ബാക്കി എല്ലാ പുരുഷന്മാരെയും വേണ്ടെന്ന് വെച്ച്, ഇനിമേൽ രണ്ടല്ല ഒറ്റ ശരീരമാണെന്ന് പറഞ്ഞ് ദൈവം യോജിപ്പിച്ച ആ ജീവിതത്തിലൊരു ഏകാഗ്രത നഷ്ടപ്പെട്ടാലോ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങും. അവിഹിത ബന്ധങ്ങൾ, ദാമ്പത്യ അവിശ്വസ്തതകൾ, ഇഷ്ടംപോലെ നമ്മൾ കാണുന്നതാണ് കാര്യങ്ങളൊക്കെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരു ഏകാഗ്രത വേണം. ഇപ്പം നമ്മുടെ പഠിക്കുന്ന മക്കൾ, ഇന്ന് മക്കളെക്കുറിച്ചുള്ള വലിയൊരു വേദനയാണ് മാതാപിതാക്കളുടെ ഏകാഗ്രതയില്ല. ഇന്ന് നമ്മുടെയൊക്കെ ഒരു സംസ്കാരമുണ്ട്. ഇപ്പോൾ വാട്സപ്പ് മെസ്സേജ് എടുത്ത് നോക്കിക്കോ, അല്ലെങ്കിൽ യൂട്യൂബ്, ഇങ്ങനെ കിടക്കാല്ലേ, ഒന്ന് കഴിഞ്ഞ് അപ്പം തന്നെ അടുത്തത്, അടുത്ത മെസ്സേജ്, ഇങ്ങനെ ഒന്നിലും ഏകാഗ്രതയില്ലാതെ മണിക്കൂറുകളോളം പലതിലേക്ക് ചാഞ്ചാടി പോകുന്ന ഒരു മനസ്സ് ഇന്ന് മാധ്യമങ്ങൾ നമ്മിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു, സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു. ഒന്നിലും ഏകാഗ്രതയില്ല. അതുകൊണ്ട് മക്കൾക്കിന്ന് പഠിക്കാൻ പറ്റണില്ല, പ്രാർത്ഥനയിൽ ഏകാഗ്രതയില്ല, പഠനത്തിൽ ഏകാഗ്രതയില്ല, ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പഠനത്തിൽ വിജയിക്കണോ, ആ പഠനത്തെ സ്നേഹിച്ച് അതിൽ ഏകാഗ്രത പുലർത്തണം. ഇല്ലെങ്കിൽ എന്ത് പറ്റും? വേണ്ട, ആ സമയത്ത് നീ മൊബൈൽ കാണാൻ പോവുക, വാട്സപ്പിൻ്റെ പിന്നാലെ പോവുക, അല്ലെങ്കിൽ വൃത്തിയായിട്ട് സിനിമകൾ കാണാൻ പോവുക, വേണ്ടാത്ത കാര്യങ്ങളുടെ പിന്നാലെ പോവുക, കൂട്ടുകൂടാൻ പോവുക, കമ്പനി അടിക്കാൻ പോവുക. അതൊക്കെ ഈ ജീവിതത്തോടും ജീവിതത്തിൽ എടുത്ത തീരുമാനങ്ങളോടും ഏകാഗ്രത ഇല്ലാത്തവൻ്റെ പ്രശ്നമാണ്. ഇന്ന് ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിലും സഭയിലും പൗരോഹിത്യത്തിലും സമർപ്പണ ജീവിതത്തിലും ഏതെങ്കിലും വഴിതെറ്റിപ്പോയ തകർച്ചകൾ ഉണ്ടെങ്കിലെന്നല്ല ഉണ്ട്. അതിനുള്ള കാരണം ഏകാഗ്രത നഷ്ടപ്പെട്ടു പോയി. നമുക്ക് ഏകാഗ്രത നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ, ഞാനായിരിക്കുന്ന അവസ്ഥയിൽ ഇപ്പം ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, ഞാൻ ചെയ്യണം. ഞാൻ അവിടെ ആയിരിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി അത് പഠിക്കാനും ഇത് പഠിക്കാനും അതാകാനും ഇതാകാനും ഞാൻ പോകരുത്. ഞാൻ എൻ്റെ പൗരോഹിത്യത്തോടെ ഏകാഗ്രത പുലർത്തണം. ബാക്കിയെല്ലാം ഉണ്ട്, അതിനെ ഇതിനോട് ഏകീകരിക്കാൻ പറ്റണം. ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ആശുപത്രി എന്തുമായിട്ട് നടത്തുന്നുണ്ട്, അത് ഈ പൗരോഹിത്യത്തോട് ഏകീകരിക്കുന്നതാക്കി മാറ്റണം. ഇപ്പം ഒരു കുടുംബജീവിതത്തിൽ പല പല കാര്യങ്ങളും ബന്ധങ്ങളുണ്ടാവും. പക്ഷേ നീ ആകുന്ന ജീവിതത്തിൻ്റെ ആ ഒരു അവസ്ഥയിൽ, ഏകാഗ്രതയുള്ള അവസ്ഥയിൽ അതിനോട് ഏകീകരിക്കാൻ എല്ലാത്തിനെയും പറ്റണം. ഇപ്പം നീ എന്ത് കണ്ടാലും എന്ത് ഇടപെട്ടാലും നീ പഠിക്കുന്ന കുട്ടിയാ, നിൻ്റെ പഠനത്തെ ശ്രദ്ധിച്ചുകൊണ്ട് നിൻ്റെ ബന്ധങ്ങളെ, മറ്റു കാര്യങ്ങളെ, പഠനത്തെ സഹായിക്കത്തക്ക വിധത്തിൽ അതിനോട് ഏകീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ പിന്നാലെ പോവും. എത്ര മക്കളെ പഠിക്കുന്ന സമയത്ത് വേണ്ടാത്ത പ്രേമം, സ്നേഹം, കൂട്ടുകെട്ട് എന്ത് നേടിയിട്ടാ? പഠനം വിട്ടു. എത്ര മക്കൾ പഠനം വിട്ടു. പരാജയം തന്നെ പരാജയം. എല്ലാത്തിനും തോറ്റ് തുന്നം പാടിയിട്ടെന്ന പോലെ ഒക്കെ സപ്ലി അടിച്ചെടുക്കുന്ന മക്കളെ അച്ഛൻ കണ്ടിട്ടുണ്ട്. നല്ലോണം പഠിച്ച കൊച്ചാ, എന്ത് പറ്റി? ഏകാഗ്രത പോയി. നമ്മുടെ ബന്ധങ്ങളൊക്കെ വേണം, കൂട്ടുകെട്ടുകളും വേണം. അത് നിർത്തേണ്ട അടുത്ത് നിർത്തി നിൻ്റെ പഠനത്തിലേക്ക് അതിനെ ഏകീകരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കാഴ്ചപ്പാട് വളർത്തിയെടുത്തില്ലെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ഈ ജീവിതത്തിൻ്റെ ആ ഒരു സൗന്ദര്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സുഖമുണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഞാൻ പറഞ്ഞു വരിക, ഇതൊന്നും എളുപ്പമുള്ള കാര്യമില്ല. ഈ ജീവിതത്തിൽ കുരിച്ചുണ്ട്. ഈ പൗരോഹിത്യത്തിൽ ഏകാഗ്രത പുലർത്തി ജീവിക്കണമെങ്കിൽ സത്യം ഇതിൽ വലിയ കുരിശുണ്ട്. പഠനത്തിൽ ഏകാഗ്രത പുലർത്തി ജീവിക്കണമെങ്കിൽ അതിൽ ഒരു കുരിച്ചുണ്ട്. നിൻ്റെ ദാമ്പത്യത്തിൽ ഏകാഗ്രത പുലർത്തി ജീവിക്കണമെങ്കിൽ അതിലും കുരിച്ചുണ്ട്. ജീവിതത്തിൽ ഏത് ജീവിതവും അതുപോലെ ജീവിക്കണമെങ്കിൽ അതിനതായ അതുകൊണ്ട് ഈശോ പറഞ്ഞ, മക്കളെ, നിങ്ങൾ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാനാകുന്ന വഴിയിലൂടെ ചരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ സ്വയം പരിത്യജിക്കണം. ഇന്നെല്ലാവരും എൻ്റെ കണ്ണിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഞാൻ കാണും, എനിക്കിഷ്ടപ്പെട്ടവരെ ഞാൻ സ്നേഹിക്കും. ഇന്ന് ചില പിള്ളേരൊക്കെ അപ്പനെ അമ്മേനെ വിട്ടിട്ട് അപ്പനെന്താ കാര്യം, അമ്മയ്ക്കെന്താ കാര്യം, ഞാൻ തീരുമാനിക്കും. ആരെ കെട്ടണം, ആരെ സ്നേഹിക്കും, ഞാൻ തീരുമാനിക്കും. ഈ വക വാശികളൊക്കെ കൊണ്ട് സ്വയം പരിത്യജിക്കാനാണ് കർത്താവ് പറഞ്ഞേ. സ്വയം പരിത്യജിക്ക്. ദൈവത്തിൻ്റെ വചനത്തിനു വേണ്ടി, സ്വർഗത്തിനു വേണ്ടി, നിൻ്റെ മാതാപിതാക്കളെ അനുസരിച്ച് അവരുടെ അനുഗ്രഹം പ്രാപിച്ച് പഠിക്കേണ്ട സമയത്ത് പഠിച്ച് വിജയം കൈവരിച്ച് അനുഗ്രഹിക്കപ്പെടാൻ നീയും ഞാനും ചെയ്യേണ്ടത് സ്വയം പരിത്യജിക്കണം. ഞാൻ ഈ പൗരോഹിത്യത്തിലേക്ക് വന്നിട്ട് എൻ്റേതെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടങ്ങളുണ്ട്, എനിക്ക് ഒത്തിരി സ്വപ്നങ്ങളുണ്ട്, ഒത്തിരി ആസക്തികളുണ്ട്. ഞാൻ അതിനുവേണ്ടി പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ എനിക്ക് ജീവിക്കാൻ പറ്റും? അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ എടുക്കേണ്ട ഒരു കുരിശുണ്ട്. ഞാൻ വിട്ടുപേക്ഷിക്കേണ്ട കുറേ കാര്യങ്ങൾ, അത് ഞാൻ വിട്ടുപേക്ഷിക്കണം, സ്വയം പരിത്യജിക്കണം. പോരാ, ഈ കുരിശെടുക്കണം. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കരുത്ത് അല്ലെങ്കിൽ വിജയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്.
എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തെക്കുറിച്ചൊക്കെ നമ്മൾ ശരിക്കും ഒന്ന് ഇന്ന് ജീവിതത്തെക്കുറിച്ച് പല മക്കൾക്കും ചിന്തയില്ല. എന്താ ഈ ജീവിതം? എന്തിനാ ഈ ജീവിതത്തിലേക്ക് ഞാൻ വന്നേ? ചില എന്താ പറയുക, ചെറുപ്പം പിള്ളേരിൽ നിന്ന് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഡൈവോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കേസുകൾ, സങ്കടം വരും ചെറുപ്പം പിള്ളേർ. ഞാൻ ഓർക്കും, എന്തിനാ ഇവർ ഈ ജീവിതത്തിലേക്ക് വന്നേ? ഇനി മുതൽ രണ്ടെല്ലാം ആ കൂതാശകളെ കൂടെ ഓർക്കുമ്പോൾ ഞാൻ ഈ കല്യാണം കെട്ടിക്കാൻ പോകണതെന്ന് പേടിയായിട്ട് മാറിയിരിക്കപ്പോൾ. കാരണം ഇതെന്താ സംഭവിക്കാൻ പോണേ? വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ വിവാഹമോചനത്തെക്കുറിച്ച് പറയുമ്പോൾ ഈശോ പറയുന്നുണ്ട്, ഇനിമേൽ രണ്ടല്ല ഒറ്റ ശരീരമാണ്, ദൈവം യോജിപ്പിച്ചതാ, മനുഷ്യൻ വേർപെടുത്തരുത്. അപ്പോൾ അതിന് ആ ഒരു കുരിശ് ചുമന്ന്, ഭയങ്കര കുരിശാണ്, ഒരുത്തൻ്റെ കൂടെ ഒരുത്തിയുടെ കൂടെ മരണം വരെ ജീവിക്കാമെന്ന് പറഞ്ഞ് എളുപ്പമുള്ള പരിപാടിയല്ല. പക്ഷെ അത് കുരിശ, അത് ചുമക്കാനുള്ള തീരുമാനം ആ ബൈബിൾ തൊട്ട്, ഞാൻ പറയാം, ആ സത്യത്തിനൊന്നൊരു വിലയില്ലാത്ത പോലെ പല മക്കളൊന്ന് ബൈബിൾ തൊട്ട് വിശുദ്ധ കുരിശിൻ്റെ മുമ്പിൽ, ബലിപീഠത്തിന് മുമ്പിൽ എത്ര വലിയ സത്യം ചെയ്താണ് ഇന്നു മുതൽ മരണം വരെ പ്രതിജ്ഞ ചെയ്യാൻ വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി ദൈവത്തിന് സമർപ്പിച്ച പ്രതിജ്ഞയ്ക്ക് ഒരു വിലയില്ലാത്ത പോലെ നിസ്സാര കാര്യത്തിൻ്റെ പേരിൽ സങ്കടം വരും നമുക്ക്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ ജീവിതത്തിൻ്റെ മേഖലകൾ നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ജീവിതം? ജീവിതം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചൊരു ഒരു പുസ്തകമാണ് ദ റോഡ് ലെസ് ട്രാവൽഡ്. ആ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്ന, ജീവിതം, ലൈഫ് ഈസ് ഡിഫിക്കൽട്ട്, ജീവിതം വിഷമകരമാണ്. നമ്മുടെ ജീവിതം വിഷമകരമാണ്. അത് തന്നെ ഈശോ പറഞ്ഞില്ലേ, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. വളരെ വ്യക്തമായിട്ട് ഈശോ പറയുന്നുണ്ട്, അവസാനം വരെ സഹിച്ചു നിൽക്കണം ഞാനും, അവനെ രക്ഷ പ്രാപിക്കത്തുള്ളൂ. ഈ ജീവിതത്തിൽ കുരിശിൻ്റെ സാന്നിധ്യം നമുക്കെല്ലാവർക്കും ഉണ്ട്. ഈ ജീവിതത്തിൽ മറക്കല്ലേ, ഈ ജീവിതത്തിൽ കുരിശിൻ്റെ സാന്നിധ്യം നമുക്കെല്ലാവർക്കും ഉണ്ട്. അത് വഹിക്കുന്നവനാണ് മഹത്വം കൈവരിക്കുന്നവൻ. അത് ഇടയ്ക്ക് ഇട്ടിട്ട് പോകുന്നു. അതാണ് ഈശോ പറഞ്ഞത്, കുരിശും വഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ നീ വാ, കുരിശും വഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വാ. നിൻ്റെ മുമ്പിൽ ഈ ലോകപാപത്തിൻ്റെ മുഴുവൻ ഭാരം ചുമന്നുകൊണ്ട് കുരിശും വഹിച്ച് ഞാൻ പോകുന്നുണ്ട്, എൻ്റെ പിന്നാലെ വാ. അവിടെ വേദനയുണ്ട്, മുറിവേൽക്കലുണ്ട്, തിരസ്കരണമുണ്ട്, ഒറ്റപ്പെടുത്തലുണ്ട്, വിട്ടുപേക്ഷിക്കലുണ്ട്, എല്ലാം ഉണ്ട് കുരിശിൽ. കർത്താവിൻ്റെ പിന്നാലെ പോകുമ്പോൾ എല്ലാം ഉണ്ട്. കാരണം അതെല്ലാം ഏറ്റെടുത്ത് നമ്മെ രക്ഷിക്കുന്ന കർത്താവാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ തിരുവചന നമ്മൾ സേവിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് പരിശോധിക്കാം. നമ്മുടെ ജീവിത അന്തസ്സുകളെ ഒന്ന് പരിശോധിക്കാം. ഒരു ഏകാഗ്രത നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ ജീവിതത്തിൽ? എല്ലാത്തിനെയും ഈ ജീവിതത്തിലേക്ക് ഏകീകരിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? അതോ ഇവിടെ വന്നിട്ടും വേറെ പലതിനെക്കുറിച്ച് സ്വപ്നം കണ്ട് അതിൻ്റെയൊക്കെ പിന്നാലെ പോയ ജീവിതമാണോ എൻ്റെ ജീവിതം? വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ടും അതിൽ ഏകാഗ്രത പുലർത്താൻ പറ്റാതെ വേറെ പലതിനെ പിന്നാലെ ഞാൻ പോയിട്ടുണ്ടോ? എൻ്റെ പൗരോഹിത്യത്തിൽ, സമർപ്പണ ജീവിതത്തിൽ ഈ ഏകാഗ്രത നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? അതോ ഈ ലോകത്തിൻ്റെ കാര്യങ്ങളുടെ പിന്നാലെ ലോകത്തിന് പ്രാധാന്യം കൊടുത്ത്, ലൗകികമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ഏകാഗ്രത നഷ്ടപ്പെട്ടു പോയ അവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ടോ? ചിലപ്പോഴെങ്കിലും ഓരോ കാര്യങ്ങൾ, സംഭവങ്ങളൊക്കെ നമ്മളൊക്കെ ധ്യാനിക്കുമ്പോൾ ഈ ഏകാഗ്രത നഷ്ടപ്പെട്ടു പോയ ഒത്തിരി കാര്യങ്ങൾ കാണാൻ പറ്റും. നമ്മൾ പലതിൻ്റെയും പിന്നാലെ പോയി, ലോകത്തിൻ്റെ പിന്നാലെ പോയി, സമ്പത്തിന് പ്രാധാന്യം കൊടുത്തു, ദൈവത്തിൽ ഏകാഗ്രമായിട്ട് സമർപ്പിച്ച് ജീവിക്കേണ്ടതിന് പകരം ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക്, എന്താ പറയുക, സൗകര്യങ്ങൾക്ക്, വിദ്യാഭ്യാസത്തിന്, മറ്റു പല കാര്യങ്ങൾക്കും നമ്മൾ പ്രാധാന്യം കൊടുത്തു. എന്നാൽ അതിൻ്റെ ഫലമായിട്ട് എന്താ പറയുക, ദൈവത്തിൽ ഏകീകരിക്കേണ്ട, ദൈവത്തിൽ ഏകാഗ്രമാക്കേണ്ട, ദൈവത്തിൽ അടിസ്ഥാനമുറപ്പിക്കേണ്ട നമ്മുടെ ജീവിതങ്ങളും നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ മക്കളുമൊക്കെ ഇന്ന് വേറെ പല സ്ഥലത്തേക്കും ഇങ്ങനെ ഏകാഗ്രത നഷ്ടപ്പെട്ട് മാറിപ്പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എങ്ങും സംതൃപ്തിയില്ലാതെ മദ്യത്തിൻ്റെ പിന്നാലെ, ലഹരിയുടെ പിന്നാലെ, തെറ്റായ സ്നേഹബന്ധത്തിൻ്റെ പിന്നാലെ, അവിഹിത ബന്ധത്തിൻ്റെ പിന്നാലെ, ഇവിടെ ആയിരുന്നിട്ടും ജീവിതത്തിൽ പാലിക്കേണ്ട എന്താ പറയുക, വൃദ്ധബദ്ധമായ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കാതെ പലതിനെ പിന്നാലെ ഇന്ന് മനുഷ്യൻ പോയപ്പോൾ ജീവിതത്തിൽ, കുടുംബത്തിൽ, സഭയിൽ, സമൂഹത്തിൽ, ശുശ്രൂഷ മേഖലയിലൊക്കെ സാത്താൻ്റെ ആധിപത്യങ്ങൾ കടന്നു വന്നു. ഇന്ന് കുരിശ് ചുമക്കാൻ ഇഷ്ടമില്ലാത്ത മനുഷ്യർ കൂടി വരിക, കുരിശ് ചുമക്കാൻ താല്പര്യമില്ലാത്തവർ. ഞാൻ പറയും, ഇന്ന് കുരിശ് ഒഴിവാക്കാനുള്ള വലിയ ശ്രമം നടക്കുമ്പോൾ കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുക, മക്കളെ, നിങ്ങൾ കുരിശ് ചുമക്കണം.
കുരിശ് ഇറക്കി വയ്ക്കരുത്. ഞാൻ നിങ്ങളോടും പറയാം, എവിടെയെങ്കിലും ഏതെങ്കിലും കുരിശ് ഇറക്കി വച്ചിട്ടുണ്ടെങ്കിൽ അതെടുക്കുക, അത് ചുമക്കണമെന്ന് ഈശോ പറഞ്ഞാണ്. എങ്ങും ഇറക്കി വയ്ക്കേണ്ട. ആ കുരിശോട് കൂടി നീ കർത്താവിങ്കിലേക്ക് വരണം. ആ കുരിശോട് കൂടി നിന്നെ ദൈവം കാണണം എപ്പോഴും. ആ കുരിശ് ഇറക്കി വച്ചിട്ട് ദൈവം നമ്മെ ആരെയും കാണാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്നു, നിനക്ക് ദൈവം തന്ന നിൻ്റെ ജീവിതത്തിൽ നിനക്കുള്ള കുരിശ് ചുമന്ന് നിൽക്കുന്നത് കാണാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അവിടെ ദൈവം ശക്തിപ്പെടുത്തുട്ടോ. നമ്മളാരെയും തളർത്തി വീഴ്ത്തൊന്നുമില്ല. ഈശോ പറഞ്ഞില്ലേ, എൻ്റെ മുഖം ലഘുവാണ്, ഭാരം കുറഞ്ഞതാണ്, അത് മധുരമാണ്, ചുമക്കാൻ എളുപ്പമാണ്. ഒരു പരിധി വിട്ടൊന്നും നമുക്ക് കുരിശ് ദൈവം തരില്ല, തന്നിട്ടുമില്ല, ആർക്കുമില്ല. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏതിനെ ചൊല്ലിയാണ് നമ്മൾ പരാതിപ്പെട്ടിരിക്കുന്നത്? അത് നിൻ്റെ ഭർത്താവായിരിക്കാം, ഭാര്യയായിരിക്കാം, മക്കളായിരിക്കാം, ചില ജീവിതത്തിൻ്റെ ചില ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട വ്രതങ്ങളായിരിക്കാം കുരിശായിട്ട് നീ ഇറക്കി വച്ചിരിക്കണേ. ഇറക്കി വച്ചിട്ടുണ്ടെങ്കിൽ ടേക്ക് ഇറ്റ്, അത് വഹിക്കണം. ആ കുരിശ് നീ ചുമക്കണം, ഞാനും ചുമക്കണം. അങ്ങനെ ചുമന്നിട്ട് കർത്താവിൻ്റെ പിന്നാലെ പോകുകയാണെങ്കിൽ കർത്താവ് നമ്മെ ചേർത്ത് പിടിക്കും. മോനെ, മോളെ എന്ന് വിളിച്ച് ചേർത്ത് പിടിക്കും. നമുക്ക് വേണ്ട കൃപ തരും, നമ്മുടെ മുറിവുണക്കും, നമ്മുടെ ഭാരം ഏറ്റെടുക്കും, നമ്മെ ദൈവം സൗഖ്യപ്പെടുത്തും. നമുക്ക് എന്തെല്ലാമാണോ വേണ്ടത് അതെല്ലാം കർത്താവ് തരും. അവസാനം സ്വർഗ സൗഭാഗ്യത്തിൽ പിതാവിൻ്റെ ഭവനത്തിൽ കർത്താവിനോടൊപ്പം എന്നും ജീവിക്കാനുള്ള വലിയ ഭാഗ്യം കർത്താവ് നമുക്ക് തരും. അതുകൊണ്ട് നമുക്ക് ഈശോയെ അനുഗമിച്ചേ മതിയാകൂ. അതിനൊറ്റ വഴിയുണ്ട്, ഒറ്റ വഴിയുള്ളൂ. അത് സ്വയം പരിത്യജിക്കുക, തന്ന കുരിശ് വഹിക്കുക, കർത്താവിൻ്റെ പിന്നാലെ പോവുക. വേറെ ആരെയും ശ്രദ്ധിക്കേണ്ട. കുരിശ് വഹിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ വേണ്ടി കാൽവരി കുരിശിൽ നമുക്ക് വേണ്ടി ജീവനർപ്പിച്ച കർത്താവിൻ്റെ ആ കുരിശിൻ്റെ വഴിയിലൂടെ ചരിച്ച് പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഈശോ പറഞ്ഞില്ലേ, യോഹന്നാൻ 14:1, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കി, എന്നിലും വിശ്വസിക്കി, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ആ വാസസ്ഥലത്തിലേക്ക് കർത്താവ് കൂട്ടിക്കൊണ്ടു പോകും. ഈശോ പറഞ്ഞു, യോഹന്നാൻ 14:5, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. ആ ഈശോയിലേക്ക് അടിസ്ഥാനമിട്ട് ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി അഭിഷേകം നമ്മിൽ നിറയാനും അത് സ്വീകരിക്കാനും വേണ്ട കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ വചനങ്ങൾ നമ്മെല്ലാവരെയും കുരിശ് ചുമക്കാനും കുരിശ് വഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ പിന്നാലെ പോകാനും യഥാർത്ഥമായ സ്വയം പരിത്യജിക്കലിലൂടെ ജീവിതം അനുഗ്രഹമാക്കി മാറ്റുവാനും നമുക്കിടയാകട്ടെ. പ്രാർത്ഥിക്കാം നമുക്ക്. സർവശക്തനായ ദൈവമേ, കുരിശ് ചുമക്കാനുള്ള വിളി അങ്ങ് ഞങ്ങൾക്ക് നൽകി. കുരിശില്ലാത്ത ജീവിതമില്ലെന്നും അവസാനം വരെ സഹിച്ചു നിൽക്കണമെന്നും അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചു. കുരിശിറക്കി വച്ചിട്ട് ജീവിക്കാനാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. കർത്താവെ, ഞങ്ങൾക്കുള്ള കുരിശുകളെ ഞങ്ങൾ വഹിക്കട്ടെ. പരാതിപ്പെടാതെ, നിരാശപ്പെടാതെ, സ്വയം ഞാനെന്ന ഭാവത്തിൽ കർത്താവെ ജീവിക്കാതെ സ്വയം പരിത്യജിച്ച് അങ്ങയുടെ പിന്നാലെ, കുരിശിൻ്റെ പിന്നാലെ അങ്ങാകുന്ന ആ വഴിയിലൂടെ ചരിക്കാൻ ഞങ്ങൾക്കിടയാകട്ടെ. സ്വർഗത്തെ കണ്ട് ഞങ്ങൾ മുന്നേറട്ടെ. സ്വർഗീയമായ സന്തോഷവും സമാധാനവും ഒരു മുന്നാസ്വാദനത്തിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. അങ്ങനെ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ അങ്ങയോട് ചേർന്ന് അങ്ങയുടെ പിന്നാലെ എന്നുമായിരിക്കാൻ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ലോകം മുഴുവനെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുരിശിൻ ചുവട്ടിൽ നിന്നപ്പോഴും പരാതിയില്ലാതെ, പരിഭവമില്ലാതെ ദൈവഹിതത്തിന് സമർപ്പിച്ച പരിശുദ്ധി അമ്മയുടെ മാതൃക ഞങ്ങൾക്ക് അനുഗ്രഹ മാതൃകയാകട്ടെ. രക്തസാക്ഷികളെ, വിശുദ്ധരെ, നിങ്ങളിതിനു വേണ്ടി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.